നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഡ്രോയിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ബേസിക്സ് ഓഫ് ഷെയ്ഡിങ്. ക്ലാസ്സിൽ നമ്മൾ ഏറ്റവും ലളിതമായിട്ട് ഷെയ്ഡിങ്ങിൻ്റെ ഐഡിയ ആണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഒരു പെട്ടി വരക്കുന്നുണ്ട്. ഇതുപോലെ ചെയ്തെടുക്കണം. ഇതിൽ എങ്ങനെ എളുപ്പത്തിൽ ഷെയ്ഡ് ചെയ്ത് തുടങ്ങാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ട് എങ്ങനെ ഷെയ്ഡ് ചെയ്യാമെന്നുള്ളൊരു ഐഡിയ ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഷെയ്ഡിങ്ങിൻ്റെ. ആബ്സല്യൂട്ട് ബിഗിനേഴ്സ് എല്ലാവരും മസ്റ്റായിട്ട് ഈ ഒരു ടാസ്ക് ചെയ്യണം. ഇതാണ് നമ്മളുടെ ഷെയ്ഡിങ്ങിൻ്റെ തുടക്കം. ആദ്യം ഇതുപോലെ HB പെൻസിലോ 2B പെൻസിലോ ഉപയോഗിച്ചുകൊണ്ട് ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുക്കണം. ആദ്യം ലൈറ്റായിട്ട് ഏരിയ മാർക്ക് ചെയ്യാം. അതിനുശേഷം എല്ലാം ഇൻ്റർസെക്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ നോക്കി കട്ടിയിൽ വരച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഞാൻ ക്യാമറയിൽ വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് 2B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ഔട്ട്ലൈൻ ചെയ്യുന്നത്. നിങ്ങൾ വരക്കുന്ന സമയത്ത് HB പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് ചെയ്താൽ മതിയാവും. ഇതുപോലെ ഒരു ബോക്സ് വരച്ചെടുക്കുക. ഇനി നമുക്കതിൽ ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്യണം. ഷെയ്ഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് ലൈറ്റ് സോഴ്സ് ഫിക്സ് ചെയ്യണം. എവിടെ നിന്നാണ് ലൈറ്റ് വരുന്നതെന്ന് മാർക്ക് ചെയ്തെടുക്കുക. അത് നമ്മൾ ഒബ്ജക്റ്റിലേക്ക് പതിക്കുന്ന ഡയറക്ഷൻ കാണിക്കണം. ഈ ഒരു ഭാഗത്തേക്ക് ലൈറ്റ് വരുന്ന സമയത്ത് ഇവിടെ നല്ല ബ്രൈറ്റ്നെസ് ആയിരിക്കും. പേപ്പർ വൈറ്റ് നമ്മൾ അവിടെ ഒഴിച്ചിടണം. അവിടെ ഷെയ്ഡ് ചെയ്യാൻ പാടില്ല. ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ ഈ ഒരു പോർഷനിൽ ലൈറ്റ് ഷെയ്ഡ് ആയിരിക്കും, ലൈറ്റ് ടോൺ. അത് നമുക്ക് 2B ഉപയോഗിച്ചുകൊണ്ട് ലൈറ്റായിട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇതിനനുസരിച്ചിട്ടാണ് ലൈറ്റിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടാണ് ഷെയ്ഡിങ് കാര്യങ്ങളും വരുന്നത്. ഇതൊരു ചെറിയൊരു ഐഡിയ മാത്രമാണ്. ഇതൊന്ന് പ്രാക്ടീസ് ചെയ്യാം. ഇനി മുമ്പോട്ടുള്ള ഭാഗങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടുന്നതായിരിക്കും. ഇനി ഈ ഒരു ഡയറക്ഷൻ നോക്കുക. ഇവിടുന്ന് ലൈറ്റ്, മിഡ് ടോൺ, ഡാർക്ക് ടോൺ ആ ഒരു ഏരിയയിലായിരിക്കും ഷെയ്ഡിങ് പോകുന്നത്. ഞാൻ കുറച്ച് പെൻസിൽ ഞാൻ മേലെ പിടിച്ചിട്ടുണ്ട്. പെൻസിൽ മേലെ പിടിച്ച് ഷെയ്ഡ് കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് ടോൺ ആയിരിക്കും കിട്ടുന്നത്. പെൻസിലിൻ്റെ പ്രഷർ കുറയും. അപ്പോൾ നമുക്ക് നല്ല നീറ്റ്നെസ്സോടുകൂടി ലൈറ്റ് ടോൺ ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി ഇവിടെ നിന്ന് ഈ ഒരു ഭാഗം നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇനി ഇങ്ങോട്ടേക്ക് പോകും തോറും അതിൻ്റെ ഷെയ്ഡിൻ്റെ കട്ടി കൂടും. നമുക്ക് 4B ഉപയോഗിക്കാം. അടുത്ത ലെയർ 4B ഉപയോഗിക്കാം. ഇത് മിഡ് ടോൺ ആണ്. ആദ്യം ചെയ്ത ലെയറിൻ്റെ മേലെ തൊട്ട് ചെയ്യണം. എന്നാലും അത് രണ്ട് ലെയറും തമ്മിൽ കറക്റ്റ് ബ്ലെൻഡ് ആവും. ഇനി അങ്ങോട്ടേക്ക് പോകും തോറും ഈ ഒരു ഏരിയ കവർ ചെയ്യുമ്പോൾ ഡാർക്കായിട്ട് പോവും. ആദ്യം നമ്മൾ ലൈറ്റ് ടോൺ കവർ ചെയ്തു 2B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട്. പിന്നെ അതിൻ്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് പെൻസിലിൻ്റെ ഗ്രേഡ് മാർക്ക് കൂട്ടി കൂട്ടി പോവാം. 2B 4B അങ്ങനെ ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടി കട്ടിയിലായിരിക്കും ഷെയ്ഡിങ് കാണാൻ പറ്റുന്നത്. അവിടെ 4B ഉപയോഗിച്ചുകൊണ്ട് കുറച്ച് പ്രഷർ കൂട്ടി ഷെയ്ഡ് കൊടുക്കാം. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ചെയ്താൽ മതിയാവും. സ്പീഡ് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ ഷെയ്ഡിങ് അത്ര ഭംഗിയായിട്ട് കിട്ടില്ല. ഇത് നല്ല സമയം ആവശ്യമാണ്. ഇതുപോലെ ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇതിൻ്റെ ഔട്ട്ലൈൻ ചെയ്യാൻ സ്കെയിലൊന്നും യൂസ് ചെയ്തിട്ടില്ല. അതിൻ്റെ വ്യൂ പോയിന്റിലും ഔട്ട്ലൈനിലൊക്കെ ചെറിയൊരു മിസ്റ്റേക്ക് കാണുന്നുണ്ട്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് നല്ലപോലെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് സ്കെയിലൊക്കെ യൂസ് ചെയ്ത് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഷെയ്ഡിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഡയറക്ഷനിൽ നല്ല ഡാർക്ക് ആയിരിക്കും കാണുന്നത്. 4B ഉപയോഗിച്ചുകൊണ്ട് ഡാർക്ക് ടോൺ അപ്ലൈ ചെയ്യാം. ഇതുപോലെ ചെയ്തെടുക്കണം. ലൈറ്റ് അടിക്കുന്ന ഏരിയ ബ്രൈറ്റ്നെസ് ആണ്. അതിനോട് ചേരുന്ന ഭാഗത്ത് ലൈറ്റ് ടോൺ ആയിരിക്കും. പിന്നെ കണ്ടില്ലേ, ആ വേരിയേഷൻ നോക്കുക. ഇതാണ് ഷെയ്ഡിങ്ങിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പോഴായിരിക്കും കുറച്ചും കൂടെ കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഈ ഒരു പോർഷൻ 4B പെൻസിൽ ഉപയോഗിച്ചുകൊണ്ട് നല്ലപോലെ ഷെയ്ഡ് കൊടുക്കണം. ഇനി അതിൻ്റെ ഔട്ട്ലൈനിൽ കുറച്ച് ഡാർക്ക് വേണ്ട പോർഷൻ ഞാൻ 4B പെൻസിൽ നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം ലൈൻ ഔട്ട്ലൈൻ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഡാർക്ക് വരുന്ന പോർഷനിൽ അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു ഡെപ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. നല്ലപോലെ ഷാർപ്പൻ ചെയ്തതിന് ശേഷം വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുക.
ഇനി ഈ ലെയേഴ്സ് എല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. നമുക്ക് പേപ്പർ സ്റ്റമ്പ് യൂസ് ചെയ്യാം ബ്ലെൻഡ് ചെയ്യാൻ. നമുക്ക് വേണമെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം, ബ്രഷ് ഉപയോഗിക്കാം. നിങ്ങളുടെ കയ്യിൽ ഏതാണോ ഇപ്പോൾ ഉള്ള ടൂള് അത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്യാം. ഞാനിപ്പോൾ പേപ്പർ സ്റ്റമ്പ് എടുത്തിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എല്ലാ പെൻസിലിൻ്റെ ലെയറും ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ അതെല്ലാം നല്ലപോലെ കവറാവും. ഷെയ്ഡിങ് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഷെയ്ഡിങ് എന്ന് പറയുന്നത്. ഇനി ഒരു ഒബ്ജക്റ്റിന്റെ കാസ്റ്റ് ഷാഡോ നമുക്ക് നിഴലൊന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം പ്രകാശം വരുന്നത് നോക്കുക. ഇവിടെ തട്ടി ഇങ്ങനെ വികസിച്ച് പോകും. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഒബ്ജക്റ്റിന്റെ നിഴല് കാണാൻ പറ്റും, പ്രകാശം അടിക്കുന്നതിന്റെ ഓപ്പോസിറ്റ് ഭാഗം. ഈ ഒരു ഭാഗത്ത് ചെറുതായിട്ട് തന്നെ നിഴലുണ്ടാവും. ഞാനിപ്പോൾ ബിഗിനേഴ്സിന് നിഴല് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഔട്ട്ലൈൻ ഇട്ട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നിഴൽ വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ഏരിയ നിങ്ങൾക്ക് തീരെ അറിയാത്ത ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാർക്ക് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഷെയ്ഡ് കൊടുക്കാം. നിഴലിൻ്റെ പോർഷൻ 4B കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ലെയർ ലൈറ്റായിട്ട് കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ചിത്രം വരക്കാനായിട്ട് 2B ഉപയോഗിച്ചിരുന്നു, 4B ഉപയോഗിച്ചിരുന്നു. കൂടുതൽ പെൻസിലുകൾ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു തുടക്കം മാത്രമാണ്. ഇതുപോലെ ഷാഡോ ചെയ്തെടുക്കണം. ഈ ഒരു ഒബ്ജക്റ്റിനോട് ചേരുന്ന ഭാഗത്ത് കുറച്ച് ഡാർക്കായിട്ടായിരിക്കും നിഴൽ കാണുന്നത്. നമുക്കങ്ങനെ ചെയ്യണം. ഫസ്റ്റ് ലെയർ നമ്മൾ ആദ്യം ലൈറ്റായിട്ട് കൊടുക്കുക, നിഴലിൻ്റെതും ഏതും ഇതുപോലെ ചെയ്യണം. ഇനി ഈ ഒരു ഒബ്ജക്റ്റിനോട് ചേരുന്ന ഈ ഒരു ഏരിയയിൽ നല്ല ഡാർക്കിൽ ഷെയ്ഡ് കൊടുക്കാം. കുറച്ചും കൂടി പ്രഷർ കൂട്ടി ചെയ്താൽ മതിയാവും. 4B തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഫസ്റ്റ് ലെയർ 2B കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ 4B കൊണ്ട് ചെയ്താലും മതിയാവും. ഒബ്ജക്റ്റിനോട് ചേരുന്ന ഏരിയയിൽ കുറച്ച് ഡാർക്ക് ആയിട്ട് കൊടുക്കണം. ഇതാണ് ആ ഒരു നിഴൽ മെൻഷൻ ചെയ്യേണ്ടതിൻ്റെ ഒരു റൂൾ എന്ന് പറയുന്നത്. ഇനി നമുക്കത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചെയ്യാം. അപ്പോഴാണ് ആ ഒരു ഓബ്ജക്റ്റ് ഒരു പ്രതലത്തിൻ്റെ മേലെ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടും. അല്ലെങ്കിൽ അതൊരു എയറിൽ വെച്ച പോലെ നമുക്ക് തോന്നും. ഇതുപോലെ ചെയ്തെടുക്കണം. ഇനി ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇതുപോലെ ഒരു ഇറൈസർ ഉപയോഗിച്ചുകൊണ്ട് ഷാഡോ വേണ്ട പോർഷൻ നമുക്കൊന്ന് അതിൻ്റെ ഔട്ട്ലൈൻ ഒന്ന് മായിച്ചെടുക്കാം. കറക്റ്റായിട്ട് നിഴലിൻ്റെ ഔട്ട്ലൈൻ എങ്ങനെയാണ് വരുന്നത് നോക്കി അതിനനുസരിച്ച് മായിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. ഇങ്ങനെ ചെയ്യാം. ഇതിൻ്റെ ഷേപ്പും കാര്യങ്ങളൊക്കെ നോക്കണം. ഇതാണ് ഷെയ്ഡിങ്ങിൻ്റെ ഒരു ചെറിയൊരു ഐഡിയ എന്ന് പറയുന്നത്. ഇനി കുറച്ചും കൂടി ഡാർക്ക് വേണം തോന്നുന്ന ഭാഗത്ത് 4B കൊണ്ട് ലൈറ്റ് പ്രഷറിൽ ഷെയ്ഡ് കൊടുക്കുക. ഔട്ട്ലൈനിൻ്റെ പുറത്തേക്ക് പോകാതെ നോക്കണം ഓരോ ഷെയ്ഡിങ്ങും. ഇങ്ങനെ നിങ്ങൾ ഷെയ്ഡിങ് ചെയ്ത് തുടങ്ങുക. ഇതാണ് ഏറ്റവും ലളിതമായിട്ടുള്ള ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ടാസ്ക് എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. ആക്ഷൻസ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക. ബൈ. ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്യുന്ന കൂട്ടുകാർക്ക് ഇന്നത്തെ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. സമയം കിട്ടുമ്പോഴൊക്കെ നിങ്ങൾ ഒരു റഫ് പേപ്പർ എടുത്തിട്ട് അതിൽ വാല്യൂ സ്കെയിലും അതേപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്ത ക്ലാസ്സിൽ ഷെയ്ഡിങ്ങിനെ കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഇന്നത്തെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഡ്രോയിങ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.